ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പാലക്കാട് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ബിരിയാണി തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ സ്റ്റവ് കത്തിച്ചിട്ട് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ നെയ്യും കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായി വന്ന ശേഷം 3 ഗ്രാമ്പു 3 കഷ്ണം മൂന്ന് ഏലക്കായി 3 കഷ്ണം പട്ട അതുകൂടെ ഇട്ടിട്ട് നന്നായി പൊട്ടി വന്ന ശേഷം 4 സവാള കനം കുറഞ്ഞരിഞ്ഞെടുത്തതാണ്. അത് ഇട്ട് കൊടുത്തിട്ട് കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വന്ന ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി നല്ലതുപോലെ അരച്ചെടുത്തതാണ്. അതും അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളക് ഒന്നില്ലെങ്കിൽ നമുക്ക് 2ആയിട്ട് കീറിയിടാം, അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനൊരു 5 വലിയ പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതുകൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഗരം മസാല പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഒരു 1.25 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 3 വലിയ തക്കാളി മിക്സിൻ്റെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തതാണ്. പിന്നെ ഒരു ബൗൾ മല്ലിയിലയും അതേ ബൗളിൽ തന്നെ ഒരു ബൗൾ പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ എരിവിനാവശ്യമായ മുളക് പൊടി ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. പിന്നെ വേണ്ടത് 1 കപ്പ് തൈര്, 1 കപ്പ് തൈരും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇറച്ചി വേവിച്ച വെള്ളമാണ് ഇട്ടത്. നമ്മൾ കുക്കറിനകത്തിട്ടിട്ടാണ് ഇറച്ചി വേവിച്ചിരിക്കുന്നത്. ഇതിന് ഒരു പാത്രത്തിനാണ് ഞാൻ അരി എടുക്കണമെങ്കിൽ 1.5 പാത്രം വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു പാത്രം ഇറച്ചി വേവിച്ച വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഒരു അരപ്പാത്രം നമ്മുടെ നോർമൽ വാട്ടറും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേവിച്ച് വെച്ച ഇറച്ചിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് തീ നന്നായി സിമ്മാക്കി വെക്കാം. അപ്പം നന്നായിട്ടൊക്കെ ഒന്ന് തിളച്ച് വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായി ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് മേലെ ഇതിൻ്റെ നമുക്ക് മൂടി അടച്ച് വെച്ചിട്ട് അതിന് മേലെ ഒരു വെയിറ്റായിട്ട് എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ നന്നായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടി പിടിക്കാതെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഒരു 3 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെക്കാം. നമ്മുടെ ബിരിയാണിയൊക്കെ നല്ലതുപോലെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിനകത്തേക്ക് വിളമ്പിയെടുക്കാം. അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് പാലക്കാട് ബിരിയാണി കഴിക്കാൻ തന്നെ കേട്ടോ. നല്ല എരിവും ഉപ്പും പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്.